ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ വന്നിട്ടുള്ള വേക്കൻസികളാണുള്ളത്. കരാർ നിയമനവും സ്ഥിര നിയമനവും ഉണ്ട്. വീഡിയോയിലേക്ക് പോവാം. പടിഞ്ഞാറത്തറ കാപ്പുംകുന്ന് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പടിഞ്ഞാറത്തറ ഗ്രാമപഞ്ചായത്ത് മുഖേന ദിവസവേതനാടിസ്ഥാനത്തിൽ പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. ഇതിനു വേണ്ടിയിട്ടുള്ള കൂടിക്കാഴ്ച 10/10/2024 രാവിലെ 11 മണിക്ക് കാപ്പുംകുന്ന് PHCയിൽ വെച്ച് നടക്കുന്നതാണ്. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ 2024 നവംബർ 10 വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് മുമ്പായി കാപ്പുംകുന്ന് PHCയിൽ പേര് രജിസ്റ്റർ ചെയ്ത് കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കേണ്ടതാണ്. പടിഞ്ഞാറത്തറ ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ളവർക്കും കുടുംബശ്രീയിൽ അംഗമായവർക്കും മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത വേക്കൻസി ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ റീജിയണൽ ഡയറി ലാബിൽ കരാർ നിയമനം നടത്തുന്നു. കേരള സർക്കാർ സ്ഥാപനമായ ക്ഷീരവികസന വകുപ്പിന്റെ കീഴിൽ പാലക്കാട് ജില്ലയിലെ ആലത്തൂരിൽ പ്രവർത്തിക്കുന്ന ക്ഷീര പരിശീലന കേന്ദ്രത്തിലെ റീജിയണൽ ഡയറി ലാബിന്റെ പ്രവർത്തനങ്ങൾക്കായി ട്രെയിനി അനലിസ്റ്റിന്റെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനു വേണ്ടി അപേക്ഷ ക്ഷണിച്ചു. മൈക്രോബയോളജി തസ്തികയിലേക്ക് 2024-25 വർഷത്തിലേക്കുള്ള 6 മാസ കാലയളവിലേക്കാണ് കരാർ നിയമനം നടത്തുന്നത്. ബയോഡാറ്റ, യോഗ്യതാ സർട്ടിഫിക്കറ്റ്, തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം അപേക്ഷ ഒക്ടോബർ 11 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി നേരിട്ടോ തപാൽ മുഖേനയോ പ്രിൻസിപ്പൽ, ക്ഷീര പരിശീലന കേന്ദ്രം, ക്ഷീരവികസന വകുപ്പ്, ആലത്തൂർ, പാലക്കാട് 678 541 എന്ന വിലാസത്തിൽ എത്തിക്കേണ്ടതാണ്. കൂടിക്കാഴ്ചക്ക് യോഗ്യത നേടിയവരുടെ ലിസ്റ്റ് ഒക്ടോബർ 15 12 മണിക്ക് ഓഫീസ് നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധപ്പെടുത്തുന്നതാണ്. ഇന്റർവ്യൂ ഒക്ടോബർ 21 രാവിലെ 11 മണിക്ക് ആലത്തൂർ ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ വെച്ചാണ് നടത്തുന്നത്. അപേക്ഷയിൽ ഫോൺ നമ്പർ കൃത്യമായി എഴുതിയിരിക്കണം. ഇന്റർവ്യൂ സമയത്ത് യോഗ്യതാ സർട്ടിഫിക്കറ്റ്, തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ അസൽ സമർപ്പിക്കേണ്ടതാണ്. അടുത്ത വേക്കൻസി ലൈഫ് ഗാർഡ് നിയമനമാണ്. 2024 വർഷത്തെ ട്രോളിംഗ് നിരോധന കാലയളവിന് ശേഷം കടൽ രക്ഷാ പ്രവർത്തനത്തിന് ലൈഫ് ഗാർഡുമാരെ ദിവസവേതനാടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൻ 20 വയസ്സിനും 45 വയസ്സിനും മധ്യേ പ്രായമുള്ള രജിസ്റ്റേർഡ് മത്സ്യത്തൊഴിലാളിയും ഗോവയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിൽ പരിശീലനം പൂർത്തിയാക്കിയവരും പ്രതികൂല കാലാവസ്ഥയിലും കടലിൽ നീന്താൻ ക്ഷമതയുള്ളവരുമായിരിക്കണം. സീ റെസ്ക്യൂ സ്ക്വാഡ് അല്ലെങ്കിൽ ലൈഫ് ഗാർഡായി ജോലി നോക്കിയിട്ടുള്ള പ്രവൃത്തി പരിചയമുള്ളവർക്കും കണ്ണൂർ ജില്ലയിലെ താമസക്കാർക്കും 2018 പ്രളയരക്ഷാ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തവർക്കും മുൻഗണന ലഭിക്കുന്നതാണ്. താൽപ്പര്യമുള്ളവർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പതിച്ച ബയോഡാറ്റ, തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പ്, യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പ് എന്നിവ സഹിതം ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിൽ നേരിട്ടോ @fisheries_kannur@gmail.com എന്ന വിലാസത്തിലോ ഒക്ടോബർ 8 വൈകുന്നേരം 5-നകം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാനായി 0497 273 2487 എന്ന നമ്പറിലോ 94 96 00 70 39 എന്ന നമ്പറിലോ വിളിച്ച് ബന്ധപ്പെടുക. അടുത്ത വേക്കൻസി നാഷണൽ ആയുഷ് മിഷനിൽ ജില്ലാ പ്രോഗ്രാം മാനേജർ, പ്രോജക്റ്റ് കോർഡിനേറ്റർ എന്നീ തസ്തികകളിൽ ഒഴിവ് വന്നിട്ടുണ്ട്. കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുന്നത്. ഒക്ടോബർ 10 വരെ അപേക്ഷിക്കാവുന്നതാണ്. വിശദ വിവരങ്ങൾ അറിയാനായി www.nam.kerala.gov.in എന്ന വെബ്സൈറ്റിലോ www.ibscenter.kerala.gov.in എന്ന വെബ്സൈറ്റിലോ സന്ദർശിക്കുക. ഫോൺ നമ്പർ 0471 247 45 50. അടുത്ത വേക്കൻസി ഇന്ത്യൻ തപാൽ വകുപ്പിന് കീഴിൽ കേരളത്തിൽ ജോലി നേടാൻ അവസരം. റൂറൽ പോസ്റ്റ് ലൈഫ് ഇൻഷുറൻസിലേക്കാണ് നേരിട്ടുള്ള അഭിമുഖം നടക്കുന്നത്. ഡയറക്ട് ഏജന്റ്, ഫീൽഡ് ഓഫീസർ എന്നീ തസ്തികകളിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത്.
ഡയറക്ട് ഏജന്റിന്റെ യോഗ്യത 18 വയസ്സ് കഴിഞ്ഞവരായിരിക്കണം. കേന്ദ്ര സംസ്ഥാന അംഗീകൃത 10ാം ക്ലാസ് വിജയം അനിവാര്യമാണ്. അഭ്യസ്തവിദ്യരും സ്വയം തൊഴിൽ സംരംഭകരുമായ ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ, അംഗനവാടി ജീവനക്കാർ, മഹിളാ മണ്ഡൽ പ്രവർത്തകർ, ഇൻഷുറൻസ് മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർ, പഞ്ചായത്ത് അംഗങ്ങൾ മുതലായ വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് അപേക്ഷിക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. അടുത്തത് ഫീൽഡ് ഓഫീസർ. ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി തസ്തികകളിൽ നിന്ന് ഉൾപ്പെടെ വിരമിച്ച കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ, ഗ്രാമീൺ ഡെസ്ക് സേവകർ എന്നിവർക്കാണ് അവസരമുള്ളത്. ആലപ്പുഴ പോസ്റ്റൽ ഡിവിഷന്റെ പരിധിയിൽ വരുന്ന അരൂർ, അമ്പലപ്പുഴ, കുട്ടനാട് താലൂക്കുകളിൽ നിന്നുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഒക്ടോബർ 14 രാവിലെ 10 മണി മുതൽ 12 മണി വരെ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാം. ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, മേൽവിലാസം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ കയ്യിൽ കരുതേണ്ടതാണ്.